ഇന്നത്തെ വാർത്താ ദിനത്തിലെ മറ്റു പ്രധാന വാർത്തകളിലേക്ക് നമുക്ക് കടക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കൊച്ചിയെ ശ്വാസം മുട്ടിച്ച ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീയണച്ചു. 30 ഫയർ യൂണിറ്റുകളും 125 അഗ്നിരക്ഷാ സേനാംഗങ്ങളും 5 ദിവസം നീണ്ടുനിന്ന ദൗത്യത്തിലാണ് തീയണച്ചത്. പുക ശമിപ്പിക്കുന്നതിന് വ്യോമസേനയുടെ ഹെലികോപ്റ്ററുകൾ വെള്ളം സ്പ്രേ ചെയ്യും. അതേസമയം തീപിടുത്തത്തിൽ സ്വമേധയാ എടുത്ത കേസ് ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഡിവിഷൻ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് അജി കുഞ്ഞുമോൻ ചേരുന്നു. അജി, തീ അണച്ചു, എന്നാൽ വലിയ രീതിയിലുള്ള പുക ഇന്ന് രാവിലെ മുതൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് അടക്കം കരിയുന്നത് മണങ്ങ് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് പുക ശമിപ്പിക്കുന്നതിന് വ്യോമസേനയുടെ ഹെലികോപ്റ്ററുകൾ വെള്ളം സ്പ്രേ ചെയ്യുന്നുമെന്നാണ്. അതോടൊപ്പം തന്നെ ഇന്നത്തെ ദിവസത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ തീപിടുത്തത്തിൽ ഹൈക്കോടതി സ്വമേധയാ എടുത്ത കേസ് ഇന്ന് പരിഗണിക്കും. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? അൻസില, കൊച്ചിക്കാർക്ക് ഈ മാസ്ക് ഇങ്ങനെ ഊരി മാറ്റാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. കാരണം ഇന്ന് രാവിലെയും പുകയാണ് കാണുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പനമ്പള്ളി നഗറിലാണ്. പനമ്പള്ളി നഗറിലെ സൗത്ത് ബ്രിഡ്ജിൻ്റെ അടിയിലാണ് നിൽക്കുന്നത്. ഇപ്പോഴും നമുക്ക് ഇവിടെ വലിയ രീതിയിലുള്ള പുകപടലങ്ങളൊക്കെ കാണാം. ഇന്നലെ ജില്ലാ കളക്ടർ രേണുരാജ് പറഞ്ഞിരുന്നത് പുക പൂർണ്ണമായും തീ അണച്ചു എന്നുള്ളതാണ് ഇന്നലെ രേണുരാജ് പറഞ്ഞത്. കളക്ടർ രേണുരാജ് ഇന്നലെ വൈകുന്നേരം അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. പക്ഷേ തീ അണച്ചാലും പ്ലാസ്റ്റിക്കിലൂടെ വലിയ രീതിയിലുള്ള പുക, വലിയ രീതിയിലുള്ള തീ കത്തുന്നുണ്ട്, പുക ഉയരുന്നുണ്ട്. അത് ആശങ്ക ജനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അൻസില സൂചിപ്പിച്ചതുപോലെ ഹൈക്കോടതി ഇന്നലെ സ്വമേധയായി കേസ് എടുത്തിരുന്നു. ആ കേസ് ഇന്ന് ജസ്റ്റിസ് ഡിവിഷൻ ബെഞ്ചിൻ്റെ പരിഗണനയ്ക്ക് വിട്ടിരിക്കുകയാണ്. ഡിവിഷൻ ബെഞ്ചാണ് ഈ കേസ് പരിഗണിക്കുന്നത്. ഈ രക്ഷാപ്രവർത്തനം, ഈ ദൗത്യം കഴിഞ്ഞ 5 ദിവസമായിട്ട് വലിയ രീതിയിലുള്ള ദൗത്യമാണ് ബ്രഹ്മപുരത്ത് നടക്കുന്നത്. വ്യോമസേനയും നാവികസേനയും ഇന്ന് സംയുക്തമായി അവിടെ ജലം സ്പ്രേ ചെയ്യുമെന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. ഇന്നലെയൊക്കെ നാവികസേനയായിരുന്നു ഇന്നലെ വരെ ഈ വെള്ളം തളിച്ചിരുന്ന് തീ കെടുത്തിയത്. നാവികസേനയുടെ 3ഓളം ഹെലികോപ്റ്റർ ചേർന്ന് ആയിരുന്നു ഇന്നലെ വരെ അവിടെ തീ കെടുത്തിയിരുന്നത്. എന്നാൽ ഇന്ന് വ്യോമസേനയും ഈ ദൗത്യത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പോഴും ഈ മഞ്ഞിന് ഒരു കുറവും, മഞ്ഞല്ല, ഈ പുകയ്ക്ക് ഒരു കുറവുമില്ല. ഇന്നലെ അരൂർ വരെ, അതായത് ആലപ്പുഴ ജില്ലയിലെ അരൂർ വരെ ഇത് കടന്നിരുന്നു, ഈ വിഷപ്പുക കടന്നിരുന്നു. അത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി. പല ആളുകൾക്കും ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ വരുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് ഈ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ ജോലിയെടുക്കുന്ന, അതായത് 120ഓളം വരുന്ന രക്ഷാ സൈന്യം തന്നെയാണ് ദ റിയൽ ഹീറോസ് എന്ന് തന്നെ നമുക്ക് അവരെ വിശേഷിപ്പിക്കാം. ദ റിയൽ ഹീറോസിന് വേണ്ടി അവിടെ മെഡിക്കൽ സംഘം പരിശോധന നടത്തുന്നുണ്ട്. എറണാകുളം ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം ഇവർക്കായി പരിശോധന നടത്തുമെന്നുള്ള വിവരങ്ങളുണ്ട്. ഇന്ന് രാവിലെ മുതൽ തന്നെ ഇവരുടെ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം തന്നെയും പരിശോധിക്കും. വിദഗ്ധ സമിതി, ഈ ആരോഗ്യ വിദഗ്ധർ പരിശോധിക്കുമെന്നടക്കമുള്ള വിവരങ്ങളാണ് രാവിലെ മുതൽ തന്നെ ബ്രഹ്മപുരത്തു നിന്ന് ലഭിക്കുന്നത്. ഈ ഏറ്റവും കൂടുതൽ ഈ ദൗത്യ സംഘത്തിന് ഏറ്റവും നേരിടുന്ന പ്രധാന പ്രശ്നം, ഈ തീ അണയ്ക്കും തോറും മറുവശത്ത് തീ വീണ്ടും പുക ഉയരുന്നൊരു സാഹചര്യം. അതായത് പ്ലാസ്റ്റിക് മലയാണ് ബ്രഹ്മപുരത്ത്. എനിക്ക് ഇന്നലെ അവിടെ പോകാൻ സാധിച്ചപ്പോൾ കാണാൻ കഴിഞ്ഞത് പ്ലാസ്റ്റിക് മലയാണ്. ഈ പ്ലാസ്റ്റിക് മലയിൽ എത്രത്തോളം വെള്ളം, അതായത് 40,000 ലിറ്റർ വെള്ളമാണ് ഒരു ഫയർ എഞ്ചിൻ യൂണിറ്റിനകത്ത് സംഭരണശേഷിയുള്ളത്. ഈ 40,000 യൂണിറ്റ് വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് പോലും ഈ തീ കെടുത്താൻ പറ്റാത്ത ഒരു സാഹചര്യമാണുള്ളത്. അത് വീണ്ടും ആളിക്കത്തുന്ന ഒരു സാഹചര്യം. അതിനെ എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടത് എന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി മാറുകയാണ്. അൻസില സൂചിപ്പിച്ചതുപോലെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനാണ് ഈ വിഷയത്തിൽ ആദ്യമായി ഇടപെട്ടത്. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഈ വിഷയത്തിൽ ഇടപെടുകയും ഹൈക്കോടതി സ്വമേധയാ കേസ് എടുക്കുന്ന സാഹചര്യം ഉണ്ടായി. കാരണം ഈ നമ്മളെ സംബന്ധിച്ചിടത്തോളം കൊച്ചിയിലെ നില അപകടകരം തന്നെയാണ്. ഈ വിഷപ്പുക അപകടകരമായ അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതായത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെയൊക്കെ കണക്കുകൾ പ്രകാരം അപകടകരത്തിനപ്പുറം ഇത് പോയി കഴിഞ്ഞിരിക്കുന്നു. വായു മലിനീകരണം 3 പ്രധാനപ്പെട്ട കാരണങ്ങളാണുള്ളത്. കൊച്ചിയെ സംബന്ധിച്ച് വ്യവസായ മേഖലയാണ്. വ്യവസായ മേഖലയിൽ നിന്നുള്ള അന്തരീക്ഷ പുക മലിനീകരണം, ഒപ്പം തന്നെ മെട്രോ നഗരമായ കൊച്ചിയിലെ വാഹന ഗതാഗതം അനുദിനം വർദ്ധിക്കുന്ന സാഹചര്യം, ഇതിൽ നിന്നുണ്ടാകുന്ന വായു മലിനീകരണം, ബ്രഹ്മപുരത്ത് നിന്നുണ്ടാകുന്ന വായു മലിനീകരണം, വലിയ രീതിയിലുള്ള പാരിസ്ഥിതിക ആഘാതവും അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും കൊച്ചി നിവാസികൾ ഈ ദിവസങ്ങളിൽ അനുഭവിക്കുന്നുണ്ട്. മാസ്ക് ഇല്ലാതെ പുറത്തിറങ്ങരുതെന്നുള്ള മുന്നറിയിപ്പുകളൊക്കെ തന്നിട്ടുണ്ട്. ഈ മാസ്ക് തന്നെ ഉപയോഗിക്കുമ്പോൾ സർജിക്കൽ മാസ്കിന് പുറമെ N95 മാസ്കുകൾ തന്നെ ഉപയോഗിച്ച്
പുറത്തിറങ്ങണമെന്നുള്ള നിർദ്ദേശമൊക്കെ ആരോഗ്യവകുപ്പൊക്കെ നൽകുന്നുണ്ട്. സ്വയം കരുതലെടുക്കുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാനുള്ളത്. കാരണം ഈ തോത്, ഈ പുകയുടെ അപകടകരമായ തോത് വർദ്ധിച്ചിരിക്കുന്നു, അതിൻ്റെ ഡെൻസിറ്റി വർദ്ധിച്ചിരിക്കുന്നു എന്നാണ് ഈ ഘട്ടത്തിൽ ആരോഗ്യ വിദഗ്ധർ നൽകുന്ന സൂചന. ഇന്നലെ അത്തരത്തിൽ വലിയ രീതിയിലുള്ള ആരോഗ്യ രംഗത്തെ വിദഗ്ധർ ഇന്നലെ പറഞ്ഞിരുന്നൊരു കാര്യം, ഈ പുക ക്യാൻസർ പോലും പെട്ടെന്ന് മാരകമായ രോഗമായ ക്യാൻസർ പോലും പെട്ടെന്ന് തന്നെ പിടിപെട്ടേക്കാൻ സാധ്യതയുള്ള അതിൻ്റെ തോത്, അതായത് കൂടുതലുള്ളതാണ്. അത് 180% സാധ്യതകൾ ഉണ്ടായി എന്നുള്ള തരത്തിലുള്ള ചില അഭിപ്രായങ്ങളൊക്കെ ഉരുതിരിഞ്ഞ് വന്നിരുന്നു. കാരണം പ്ലാസ്റ്റിക്കിൻ്റെ വലിയൊരു മല തന്നെ കത്തിയെറിയുമ്പോൾ നമുക്കറിയാം, ചെറിയൊരു പ്ലാസ്റ്റിക് കത്തിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പുക ശ്വസിച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഒരു അസ്വസ്ഥങ്ങൾ എത്രയാണെന്ന് നമുക്കറിയാം. ഇത് അങ്ങനെയല്ല, അതിലൊരു മലയാണ് കത്തുന്നത്. അതിൽ നിന്ന് വരുന്ന പുക ശ്വസിച്ച് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൊച്ചിയിൽ ഇറങ്ങുന്ന ഓരോ ആളുകളും മാസ്ക് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങളെല്ലാം. അൻസില, വ്യക്തമാണ് അജി. ബ്രഹ്മപുരത്ത് ഇന്ന് പുകയണച്ചിരിക്കുകയാണ്. പുകയണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. വ്യോമസേനയുടെ ഹെലികോപ്റ്ററുകൾ ഇന്ന് ബ്രഹ്മപുരത്ത് പുകയണയ്ക്കാനായി വെള്ളം തളിക്കുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതേസമയം ഇന്ന് ഹൈക്കോടതി കേസ് പരിഗണിക്കും. തീപിടുത്തത്തിൽ സ്വമേധ എടുത്ത കേസാണ് ഹൈക്കോടതി പരിഗണിക്കുന്നത്. ഡിവിഷൻ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. വിവരങ്ങൾ നൽകിയത് അജി കുഞ്ഞുമോനാണ് കൊച്ചിയിൽ നിന്ന്.